കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവറിയുടെ ഉന്നതങ്ങളിൽ ഒരു പൈൻ മരക്കുരിശന്മേൽ മാനവജനതയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പരമയാഗമായി തീരുകയായിരുന്നു. ക്രൂശീകരണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ക്രൂശീകരണ കാലഘട്ടത്തിൽ 3 രീതിയിലുള്ള ക്രൂശുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതിലൊന്നാമത്തെ ക്രൂശ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എക്സിൻ്റെ രൂപത്തിൽ ഉള്ള ഒരു ക്രൂശായിരുന്നു. കൈയും കാലും വിരിച്ച് ക്രൂശിക്കുന്ന രീതി. ഇങ്ങനെയുള്ള ക്രൂശിലല്ല യേശുവിനെ ക്രൂശിച്ചത്. രണ്ടാമത്തെ ക്രൂശ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ടിയുടെ രൂപത്തിലുള്ളതായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ക്രൂശിലുമല്ല യേശുവിനെ ക്രൂശിച്ചത്. മൂന്നാമതായിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്രൂസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ടിയുടെ രൂപത്തിലുള്ളതായിരുന്നു. അതായത് ക്രോസ് ബാറിന് മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ക്രൂസ്. ഇങ്ങനെയുള്ള ഒരു ക്രൂസിലാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. അതിൻ്റെ തെളിവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മുകളിൽ തറച്ചിരുന്നു എന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. അപ്പോൾ കർത്താവ് ക്രോസ് ബാറിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന പ്രത്യേകതരം ഒരു ക്രൂസിൽ കർത്താവ് 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് തൂങ്ങപ്പെട്ട് ആകാശത്തിനും ഭൂമിക്ക് മധ്യേ രക്തം കൊണ്ട് ഒരു ചെങ്കുടി കണക്കെ മൂടപ്പെട്ട് അവൻ തൂങ്ങപ്പെട്ട് കിടന്നു എന്ന് കാണുവാൻ കഴിയുന്നു. എന്തിനു വേണ്ടി? മനുഷ്യ, നിനക്ക് വേണ്ടി, നിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ക്രൂശുമേന്തിക്കൊണ്ട് കാൽനടയായിട്ട് മലകളോ കുന്നുകളോ താഴ്വരകളോ കിലോമീറ്ററുകൾ നടന്നതുകൊണ്ടോ ജീവിതത്തിൽ പാപപരിഹാരം വരുന്നില്ല. ക്രൂശിൽ തൻ്റെ ജീവനെ, രക്തത്തെ തന്ന കർത്താവ് നിൻ്റെ ഉള്ളിൽ വാഴുകയും ആ കർത്താവിൻ്റെ സുവിശേഷം പ്രമാണിച്ച് ജീവിക്കുകയും ചെയ്താൽ പാപമോചനമുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, നിത്യമായിരിക്കുന്ന ഒരു സ്വർഗീയ ഭവനമുണ്ട്. അതിനായി കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, യേശു എന്ന നാമം. ആ കർത്താവിനെ മുറുകെ പിടിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.